ആയിരത്തിയൊന്ന് രാവുകൾ തുടർന്ന് കേൾക്കാം. നൂറുദ്ദീനും ഭാര്യയും പൂന്തോട്ടത്തിലെ മഞ്ചത്തിലിരുന്ന് ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. ആ മനോഹരമായ പൂന്തോട്ടം കാലിഫ് രാജാവിൻ്റേതായിരുന്നു. പൂന്തോട്ടത്തിനുള്ളിൽ അതിവിശാലമായ ഒരു സ്വീകരണമുറിയും ധാരാളം ജനാലകളുമുണ്ട്. ഓരോ ജാലകത്തിനരികിലും വിളക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു. രാജാവ് അവിടേക്ക് വരുമ്പോൾ മാത്രമേ വിളക്കുകൾ തെളിയിക്കാവൂ എന്ന് നിബന്ധനയുണ്ടായിരുന്നു. പൂന്തോട്ടം സൂക്ഷിക്കുന്നത് വൃദ്ധനായ ഒരു മനുഷ്യനാണ്. തോട്ടത്തിൽ അദ്ദേഹം മാത്രമേ ഉണ്ടാകാറുള്ളൂ. പൂന്തോട്ടത്തിൽ കയറാൻ പ്രത്യേക അനുമതിയും വേണം. കവാടത്തിലെ മഞ്ചത്തിലിരിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ആ കാവൽക്കാരൻ വെളിയിൽ എന്തോ ആവശ്യത്തിന് പോയി തിരികെ വന്നു നോക്കുമ്പോൾ രണ്ടുപേർ മഞ്ചത്തിൽ കിടക്കുന്നു. രണ്ടിനും നല്ല അടി കൊടുത്തു വിടാൻ തീരുമാനിച്ച് അകത്ത് കയറി ചൂരലുമായി തിരികെ എത്തി. അപ്പോൾ ഒരു തോന്നൽ, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തരുത് എന്നല്ലേ പ്രമാണം. ഇവരെ പതുക്കെ ഉണർത്താം. എന്നിട്ട് നൂറുദ്ദീൻ്റെ കാൽപാദത്തിൽ വടികൊണ്ട് പതുക്കെ തട്ടി. പെട്ടെന്ന് തന്നെ നൂറുദ്ദീൻ ചാടി എഴുന്നേറ്റു. നൂറുദ്ദീൻ ആ വൃദ്ധനെ കണ്ടതും ബഹുമാനത്തോടെ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു. നിങ്ങൾ ആരാണെന്ന് ആ വൃദ്ധൻ അന്വേഷിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നേരം പുലർന്നാലുടനെ ഞങ്ങൾ പൊയ്ക്കൊള്ളാം. അയാൾ അവരെ പൂന്തോട്ടത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇത് അങ്ങയുടെ പൂന്തോട്ടമാണോ എന്ന് അന്വേഷിച്ചപ്പോൾ തികച്ചും അപരിചിതരായവരാണ്. രാവിലെ പോകുകയും ചെയ്യും. ഈ തോട്ടം തൻ്റേതാണെന്ന് പറയാം. അതെ, അത് എൻ്റേതാണ്. ഭക്ഷണം വാങ്ങാൻ വേണ്ടി 2 സ്വർണ്ണ നാണയം ആ വൃദ്ധന് നൽകി. വൃദ്ധന് നാണയം കണ്ടപ്പോൾ സന്തോഷമായി. ഒന്നിന് ഭക്ഷണം വാങ്ങിയാലും 1 നാണയം മിച്ചം വരും. 1 കുപ്പി വീഞ്ഞും കൂടി വാങ്ങണമെന്ന് പറഞ്ഞു. കുറെ നിർബന്ധിച്ചപ്പോഴാണ് വീഞ്ഞ് വാങ്ങാമെന്നേറ്റത്. ഭക്ഷണം വാങ്ങാൻ വേണ്ടി വൃദ്ധൻ പോയപ്പോൾ അവിടെയെല്ലാം അവർ ചുറ്റി നടന്ന് കണ്ടു. നൂറുദ്ദീൻ വൃദ്ധനോട് ചോദിച്ചു, ഈ പൂന്തോട്ടം നിങ്ങളുടേതാണെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ കൂടാരവും നിങ്ങളുടേതായിരിക്കുമല്ലോ. അതും വൃദ്ധൻ്റേതാണെന്ന് സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അതിഥിയായ ഞങ്ങളെ അതിൻ്റെ ഉത്ഭാവം കാണിക്കാതിരിക്കുന്നത് ശരിയല്ല. വൃദ്ധൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അതിൻ്റെ ഭംഗി അവർ അത്ഭുതത്തോടെ നടന്നു കണ്ടു. ഭക്ഷണമെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരൂ. ആ പൂന്തോട്ടത്തിനേക്കാൾ നല്ല സൗകര്യമുണ്ടിവിടെ. ഒരു ആവശ്യവുമില്ലാതെ കള്ളം പറഞ്ഞതിൽ ആ വൃദ്ധന് ദുഃഖം തോന്നി. അയാൾ സ്വയം പശ്ചാത്തപിച്ചു. രാജാവിനും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും മാത്രം പ്രവേശിക്കാൻ അനുമതിയുള്ള സ്വീകരണമുറിയിൽ എവിടെ നിന്നോ വന്ന 2 പേർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പൊരുത്തക്കേടും തനിക്ക് ലഭിക്കുന്ന ശിക്ഷയും ഓർത്ത് അയാൾ അവിടെ തന്നെ നിന്നു. വൃദ്ധൻ മനസ്സില്ലാ മനസ്സോടെ ഭക്ഷണവും വീഞ്ഞും അവിടേക്ക് കൊണ്ടുവന്നു. ആ വൃദ്ധൻ ഭയത്തോടെ ഖാലിഫ് രാജാവ് അതിഥി സൽക്കാരത്തിന് വേണ്ടി കരുതി വെച്ച വില കൂടിയ പാത്രങ്ങളും മറ്റും മേശപ്പുറത്ത് വെച്ചു. നൂറുദ്ദീനും ഭാര്യയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ വൃദ്ധനെ നിർബന്ധിച്ചു. ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് വഴങ്ങി. ആഹാരം കഴിഞ്ഞ് വീഞ്ഞ് വിളമ്പി. ആ കാവൽക്കാരനും കൊടുത്തു. അതിൽ നിന്നും കുറച്ച്. നൂറുദ്ദീൻ പറഞ്ഞു, നമ്മൾ ഒരു മെഴുകുതിരിയുടെ വെളിച്ചത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ ധാരാളം വിളക്കുകളില്ലേ? അതിൽ ചിലതിന് തീ കൊളുത്തിയാൽ എന്ത്? വൃദ്ധനായ കാവൽക്കാരന് വീഞ്ഞ് ശരിക്കും പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നതിനാൽ ഖാലിഫ് രാജാവിനെ കുറിച്ച് ചിന്തിച്ചില്ല. 1 or 2 കൊളുത്തിയാൽ മതി എന്ന് പറഞ്ഞ് നൂറുദ്ദീൻ്റെ ഭാര്യയ്ക്ക് വിളക്ക് കൊളുത്താനുള്ള അനുമതി കൊടുത്തു. അവൾ വിളക്ക് കൊളുത്താനായി എഴുന്നേറ്റു. പക്ഷേ 1ഉം 2ഉമല്ല, അവിടെയുള്ള എല്ലാ വിളക്കുകളിലും ഓടി നടന്ന് തീ പകർന്നു. വൃദ്ധൻ വിലക്കിയെങ്കിലും അവൾ അത് കേട്ടതായി ഭാവിച്ചില്ല. ആ സ്വീകരണക്കൂടാരം പ്രകാശത്താൽ വെട്ടിത്തിളങ്ങി. ഖാലിഫ് രാജാവ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ടൈഗ്രീസ് നദിയെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന മട്ടുപ്പാവിൽ നിന്ന് നിലാവ് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ സ്വീകരണക്കൂടാരം പെട്ടെന്ന് പ്രകാശിക്കുന്നത് കണ്ടത്.
കൊട്ടാരത്തിന് തീപിടുത്തമുണ്ടായെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത്. പിന്നീട് സൽക്കാരശാലയിലെ വിളക്കുകൾ പ്രകാശിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അദ്ദേഹം ദേഷ്യത്തോടെ അടുത്തുനിന്ന മുഖ്യമന്ത്രിയോട് ചോദിച്ചു, "എന്റെ അനുവാദമില്ലാതെ കൂടാരത്തിലെ വിളക്കുകളെല്ലാം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്?" മുഖ്യമന്ത്രി ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. രാജാവിൻ്റെ കോപം കെട്ടടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, "നമുക്ക് വേഷം മാറി അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം." അവർ വേഷം മാറി അവിടേക്ക് ചെല്ലുമ്പോൾ പൂന്തോട്ടവാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. വൃദ്ധനായ കാവൽക്കാരൻ അത് മറന്നിരുന്നു. വാതിൽ ബന്ധിക്കാഞ്ഞതിനാൽ രാജാവിന് കോപമാണുണ്ടായത്. പിന്നീട് അവർ കൂടാരത്തിൻ്റെ അടുത്തെത്തി. പതുക്കെ ശബ്ദമുണ്ടാക്കാതെ പടികൾ കയറി. കൂടാരവാതിലിൻ്റെ വിടവിലൂടെ നോക്കുമ്പോൾ സംഗീത സദസ്സ് നടത്തുന്നതിന് ശേഖരിച്ചിരുന്ന ഉപകരണത്തിൽ നിന്ന് ഒരെണ്ണമെടുത്ത് അവിടെ ഇരുന്ന സ്ത്രീയുടെ നേരെ നീട്ടിയിട്ട് വീഞ്ഞിൻ്റെ ലഹരിയിലായ ആ വൃദ്ധ കാവൽക്കാരൻ പാടാൻ ആവശ്യപ്പെടുന്നു. അവൾ അത് വാങ്ങി പാടാൻ തുടങ്ങി. അവളുടെ പാട്ട് കേട്ട് രാജാവ് പോലും അതിൽ ലയിച്ചുപോയി. അവളുടെ ഗാനം നിലച്ചപ്പോൾ ശബ്ദമുണ്ടാക്കാതെ രാജാവും മന്ത്രിയും പടികൾ ഇറങ്ങി തോട്ടത്തിലെത്തി. "ഞാൻ മണ്ഡപത്തിൽ കടക്കാൻ പോകുകയാണ്. എനിക്ക് അവളുടെ പാട്ട് നേരിട്ട് കേൾക്കണം" എന്ന് രാജാവ് പറഞ്ഞു. ഈ വേഷം വൃദ്ധനായ കാവൽക്കാരൻ മനസ്സിലാക്കും. അതിനാൽ വേറൊരു വേഷം ധരിക്കാൻ മന്ത്രി ഓർമ്മിപ്പിച്ചു. മന്ത്രിയോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് രാജാവ് പൂന്തോട്ടത്തിന് പുറത്തേക്ക് നടന്നു. അവിടെ ചെറിയൊരു തടാകമുണ്ടായിരുന്നു. പ്രവേശനവാതിൽ തുറന്നു കിടന്നതിനാൽ ഒരു മുക്കുവൻ അത് തന്നെ തരം എന്ന് കരുതി മീൻ പിടിക്കാൻ എത്തിയിരുന്നു. രാജാവ് വെളിയിലേക്ക് നടക്കുമ്പോൾ ഈ മുക്കുവനെ കണ്ടു. അദ്ദേഹം അവൻ്റെ സമീപത്തേക്കെത്തി. രാജാവിനെ തിരിച്ചറിഞ്ഞ മുക്കുവൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. അദ്ദേഹം അയാൾക്ക് മാപ്പ് നൽകി. അയാളുടെ കൂടയിൽ നിന്ന് 2 വലിയ മീനിനെയും അവൻ്റെ വേഷവും ഊരി വാങ്ങി. രാജാവ് ധരിച്ച സാധാരണ വേഷം അവനും നൽകി. ഇനിമേലിൽ ഈ ഭാഗത്ത് കണ്ടുപോകരുത് എന്ന് താക്കീത് നൽകി പറഞ്ഞയച്ചു. മത്സ്യങ്ങളുമായി തിരികെ വന്ന ഖാലിഫിനെ മുഖ്യമന്ത്രിക്ക് പോലും ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ആ കാവൽക്കാരന് രാജാവിനെ തിരിച്ചറിയുകയില്ല എന്ന് ഉറപ്പായി. ഖാലിഫ് രാജാവ് വേഗം തന്നെ മീനുമായി പടികൾ കയറി. അവരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ സ്വീകരണമുറിയിലെത്തി. ആ മുക്കുവ വേഷധാരി 3 പേരെയും വണങ്ങി. എന്നിട്ട് വൃദ്ധനെ നോക്കി പറഞ്ഞു, "നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതാ കുറച്ച് മത്സ്യങ്ങൾ. നല്ല വില കിട്ടിയാൽ വിൽക്കാമെന്നുദ്ദേശിച്ച് കയറിയതാണ്. ഇപ്പോൾ പിടിച്ചതേയുള്ളൂ." വീഞ്ഞിൻ്റെ ലഹരിയിലായിരുന്ന കാവൽക്കാരന് രാജാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, "ഈ രാത്രി ഇത് ശരിയാക്കാൻ ഇവിടെ ആരുമില്ല. കഴിയുമെങ്കിൽ പാകപ്പെടുത്തി കൊണ്ടുവരൂ." രാജാവ് ഉടൻ തന്നെ തോട്ടത്തിലെത്തി മന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞു. മന്ത്രി പൊരിക്കുന്ന കാര്യം ഏറ്റെടുത്തു. കാവൽക്കാരൻ്റെ അടുക്കളയിൽ സൗകര്യം കുറവാണെങ്കിലും ഒരുവിധം എല്ലാം പാകപ്പെടുത്തി രാജാവിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അതുമായി സൽക്കാരശാലയിലെത്തി. കാവൽക്കാരനായ വൃദ്ധനും കൂടെയുള്ള നൂറുദ്ദീനും ഭാര്യയ്ക്കും നൽകി. നൂറുദ്ദീൻ സന്തോഷത്തോടെ ഇത്രയും രുചികരമായ മീൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കീശയിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം മുക്കുവന് നേരെ നീട്ടി. ഭവ്യതയോടെ അദ്ദേഹം അത് വാങ്ങി. എന്നിട്ട് പറഞ്ഞു, "ഞാൻ ഇവിടെ കയറി വരുന്നതിന് മുമ്പ് സുന്ദരമായ ഒരു ഗാനം കേട്ടിരുന്നു. എനിക്ക് വേണ്ടി ഒരു പാട്ടുകൂടി പാടിയാൽ ഞാൻ തിരിച്ചു പൊയ്ക്കൊള്ളാം." നൂറുദ്ദീൻ്റെ അനുവാദത്തോടെ അവൾ പാടാൻ ആരംഭിച്ചു. മദ്യലഹരിയിലായിരുന്ന നൂറുദ്ദീൻ പറഞ്ഞു, "നിങ്ങൾക്ക് ഇവളുടെ പാട്ടും ഇവളെയും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾക്ക് ഞാൻ ഇതാ ഇവളെ തന്നിരിക്കുന്നു." ഇത് കേട്ട് ഖാലിഫ് രാജാവ് ഞെട്ടി. നൂറുദ്ദീൻ്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു. രാജാവ് അപ്പോൾ ചോദിച്ചു, "ഇത് നിങ്ങളുടെ അടിമയാണോ?" "അതെ, തീർച്ചയായും." പിന്നീട് മദ്യലഹരിയിലൂടെയാണെങ്കിലും നൂറുദ്ദീൻ നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട ചക്രവർത്തി പറഞ്ഞു, "ശരി, ഞാൻ ബസ്ര രാജാവിന് ഒരു കത്ത് തരാം. അത് കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾക്ക് അനുയോജ്യമായ പദവി അദ്ദേഹം തരാതിരിക്കില്ല." ഇത് കേട്ട് നൂറുദ്ദീൻ പൊട്ടിച്ചിരിച്ചു. ഒരു മുക്കുവൻ്റെ കത്ത് കിട്ടിയാൽ വലിച്ചു കീറി കളയുകയേയുള്ളൂ.
അപ്പോൾ മുക്കുവൻ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരും സുഹൃത്തുക്കളുമാണ്. വിധി ഞങ്ങളെ ഇങ്ങനെ ആക്കി തീർത്തു. അദ്ദേഹത്തെ രാജാവും എന്നെ മുക്കുവനുമാക്കി. അദ്ദേഹം തീർച്ചയായും എൻ്റെ കത്ത് നിരസിക്കുകയില്ല. കൊണ്ടുപോയി കൊടുക്കുക. നൂറുദ്ദീന് അപ്പോൾ ഒരു വിശ്വാസം തോന്നി. കത്ത് രാജാവിന് കൊടുക്കാമെന്ന് നൂറുദ്ദീൻ അറിയിച്ചു. ആ കത്തിലെ ഉള്ളടക്കം ഇതായിരുന്നു. കത്തുമായി വരുന്നത് മന്ത്രിയായ അൽനാസറിന്റെ മകൻ നൂറുദ്ദീനാണ്. ഉടൻ തന്നെ അദ്ദേഹത്തിന് രാജാധികാരം കൈമാറണം. അപ്പോൾ തന്നെ ബസറയിലേക്ക് യാത്ര തിരിക്കാൻ നൂറുദ്ദീനോട് ഖാലിഫ് രാജാവ് നിർദ്ദേശിച്ചു. തൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യയെ മദ്യലഹരിയിൽ മുക്കുവന് കൊടുത്തതിൽ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. പശ്ചാത്താപമുണ്ടായെങ്കിലും കൊടുത്ത വാക്ക് തിരിച്ചെടുക്കുന്നത് എങ്ങനെ? നിറകണ്ണുകളോടെ ഭാര്യയോട് അനുവാദം പോലും ചോദിക്കാതെ അയാൾ അവിടെ നിന്നിറങ്ങി. ആ യുവതി നിലവിളിച്ച് കരയാൻ തുടങ്ങി. ലഹരിയിൽ നിന്ന് അല്പം മോചനമുണ്ടായപ്പോൾ വൃദ്ധനായ കാവൽക്കാരൻ മുക്കുവവേഷധാരിയായ ഖാലിഫ് രാജാവിനോട് തട്ടിക്കയറി. ഖാലിഫ് രാജാവ് തൻ്റെ മന്ത്രിയോട് കൊട്ടാരത്തിൽ പോയി വേഗം അംഗവസ്ത്രങ്ങളുമായി തിരികെ വരാനും സൂചന തരുമ്പോൾ മാത്രം സ്വീകരണ മുറിയിലേക്ക് വരണമെന്നും അറിയിച്ചു. കാവൽക്കാരനായ വൃദ്ധന്റെ സംസാരം കേട്ട് രാജാവിന് ചിരിയാണ് വന്നത്. രാജാവ് പറഞ്ഞു, എടോ, അടിമപ്പെണ്ണിനെ പങ്കിടാൻ ഞാൻ തയ്യാറല്ല. അവൾ എൻ്റേത് മാത്രമാണ്. ഇത് കേട്ടതും അവിടെ മേശമേലിരുന്ന ഒരു പാത്രമെടുത്ത് ചക്രവർത്തിയുടെ ശിരസ് ലക്ഷ്യമാക്കി എറിഞ്ഞു. ഒഴിഞ്ഞു മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എങ്കിലും പാത്രം ഭിത്തിയിൽ തട്ടി തകർന്നു. നന്ദിയില്ലാത്ത മുക്കുവനെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് താഴെ വടിയെടുക്കാനായി പടികൾ ഇറങ്ങി. ഇത് തന്നെ അവസരം. രാജാവ് ഉടൻ മന്ത്രിക്ക് സൂചനയായി ഒരു ശബ്ദമുണ്ടാക്കി. രാജകീയ വസ്ത്രവുമായി ഉടൻ മന്ത്രി കയറി വന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ വേഷം മാറി. വൃദ്ധനായ ആ കാവൽക്കാരൻ ഒരു വടിയുമായി വേച്ച് പടികൾ കയറി വന്നു. വൃദ്ധനായ കാവൽക്കാരൻ മുക്കുവനെ അവിടെ തിരഞ്ഞെങ്കിലും കണ്ടില്ല. വസ്ത്രം തറയിൽ കിടക്കുന്നു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. മുന്നിൽ നിൽക്കുന്നത് ഖാലിഫ് രാജാവാണെന്ന് മനസ്സിലായി. ഒരു നിലവിളിയോടെ അദ്ദേഹത്തിന്റെ കാലിലേക്ക് വീണ് കരയാൻ തുടങ്ങി. അല്ലയോ രാജാവേ, അങ്ങ് ആരാണെന്ന് അടിയൻ അറിഞ്ഞില്ല. ദയാലുവായ രാജാവ് അദ്ദേഹത്തെ പിടിച്ചുയർത്തി മാപ്പ് നൽകി. ഈ രംഗം കണ്ട യുവതിയുടെ കരച്ചിൽ നിലച്ചിരുന്നു. അവൾക്കും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിതൃവാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞു, കുട്ടി വിഷമിക്കേണ്ട. നിങ്ങളുടെ ഭർത്താവിനെ ബസറയിലെ രാജാവാക്കാനുള്ള ഉത്തരവിന്റെ കത്തുമായിട്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത്. അയാൾ രാജാധികാരം ഏറ്റെടുത്ത ശേഷം സൗകര്യം പോലെ നിന്നെ അങ്ങോട്ട് അയക്കുന്നതാണ്. അതുവരെ നമ്മുടെ അന്തഃപുരത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ താമസിക്കാം. ഇത് കേട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ അവൾ കൈകൂപ്പി നിന്നു. നൂറുദ്ദീൻ ബസറയിലെത്തി. രാജ്യസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് ചെല്ലുന്നത്. നൂറുദ്ദീനെ കണ്ട് അവിടെയുള്ള മന്ത്രിയുടെ മുഖം ക്രൂരമായി. ഇവനു വേണ്ടി രാജ്യം മുഴുവൻ വലവിരിച്ചിട്ടും കിട്ടാത്തവൻ ഇതാ മുന്നിൽ നിൽക്കുന്നു. നൂറുദ്ദീൻ കത്ത് വേഗം തന്നെ രാജാവിനെ ഏൽപ്പിച്ചു. കത്ത് വായിക്കും തോറും കരം വിറയ്ക്കുകയും മുഖം വിളറുകയും ചെയ്തു. വേഗം തന്നെ രാജാവ് കത്ത് മന്ത്രിയെ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രിയും കത്ത് വായിച്ചു. ശത്രു കെണിയിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, താൻ കുടുങ്ങുവാനും പോകുകയാണ്. പെട്ടെന്ന് അയാൾക്ക് ഒരു ബുദ്ധി തോന്നി. അയാൾ വേഗം തന്നെ ഖാലിഫിന്റെ ഒപ്പും മുദ്രയും ഉള്ള ഭാഗം കീറി മാറ്റിയിട്ട് രാജാവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് ചക്രവർത്തിയുടെ കത്തല്ല. ഖാലിഫിന്റെ മുദ്ര ഇതിലില്ല. നമ്മളെ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ വഞ്ചകന് കഠിനമായ ശിക്ഷ തന്നെ നൽകണം. രാജപദവി തെറിക്കാതെ തന്നെ രക്ഷിച്ച അൽക്കോസിനോട് രാജാവിന് കൃതജ്ഞത തോന്നി. നൂറുദ്ദീനെ ഉടൻ തന്നെ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടു. മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചു. കൊലയ്ക്ക് മുമ്പ് പെരുമ്പറ കൊട്ടി നഗരത്തിൽ പ്രദർശിപ്പിച്ചിട്ട് വേണം തൂക്കിക്കൊല്ലാൻ. അതിനോട് രാജാവ് യോജിച്ചു. നൂറുദ്ദീനെ പിന്നീട് ഇരുൾ മൂടിയ തടവറയിൽ അടയ്ക്കപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. നൂറുദ്ദീന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ദിവസമെത്തി. കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്നാൽ കൊല നടത്തുന്ന സ്ഥലം വ്യക്തമായി കാണാം.
ബസ്രയിലെ നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു. അന്തരിച്ച മുഖ്യമന്ത്രി അൽനാസറിനെ അവർ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അൽനാസറിനെ ഇഷ്ടപ്പെട്ടതിനേക്കാൾ 10 മടങ്ങ് വെറുപ്പ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ അൽക്കോസിനോടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ പിച്ചി ചീന്തുന്ന അവസ്ഥയിലായിരുന്നു ജനങ്ങൾ. ആരാച്ചാർ കറുപ്പ് ശീലയിൽ നൂറുദ്ദീന്റെ മുഖം മറച്ചു. കുരുക്കുമുറുക്കും മുമ്പ് പതിവായി ചെയ്യാറുള്ള ക്ഷമാപണം നൂറുദ്ദീനോടും പറഞ്ഞു. യജമാനനെ, ഞാൻ ഒരു അടിമ മാത്രം. മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് വിധി നടപ്പാക്കുന്നത്. മാപ്പ് തന്നാലും. പിന്നീട് അയാൾ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് നോക്കി. രാജാവ് വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി കൈ ഉയർത്താൻ തുടങ്ങിയപ്പോൾ രാജവീതിയിൽ നിന്ന് കുതിരക്കുളമ്പടിയുടെ ശബ്ദം. ഒരു സംഘം അശ്വാരൂഢർ പാഞ്ഞടുക്കുന്നു. അത് ഖാലിഫ് ഹാറൂൺ റഷീദിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അകമ്പടി സേവകരുമായിരുന്നു. ആ മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ പിടികിട്ടി. പെട്ടെന്ന് തന്നെ കഴുകുമരത്തിന്റെ സമീപത്തേക്ക് കുതിച്ചെത്തിയിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി. ഖാലിഫ് ഹാറൂൺ റഷീദിന്റെ പേരിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, വധശിക്ഷ നിർത്തിവെക്കൂ. ആരാച്ചാർ ഭയന്ന് പിന്മാറി. ഖാലിഫ് രാജാവിന്റെ മുഖ്യമന്ത്രി നൂറുദ്ദീനെ മോചിപ്പിച്ച ശേഷം കൊട്ടാരത്തിലെത്തി മുഖ്യമന്ത്രിയെയും രാജാവിനെയും ബന്ധിക്കാൻ അനുചരന്മാരോട് ആജ്ഞാപിച്ചു. ഖാലിഫ് രാജാവ് നൂറുദ്ദീന്റെ കയ്യിൽ കത്ത് കൊടുത്തു വിട്ടത് മറന്നുപോയിരുന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പട്ടമഹർഷിയുടെ അന്തഃപുരത്തിലെത്തി. അടുത്ത മുറിയിൽ നിന്ന് ഒരു ദുഃഖഗാനം കേട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ സ്വരത്തിന്റെ ഉടമയെ ഓർമ്മ വന്നത്. താൻ തന്റെ കടമ നിർവഹിക്കുന്നതിൽ അലസത കാണിച്ചിരിക്കുന്നു. ബസ്ര രാജാവ് ഉത്തരവ് നടപ്പാക്കിയോ എന്നുള്ളത് അന്വേഷിച്ചില്ല. ഉത്തരവ് അനുസരിച്ചില്ലെങ്കിൽ നൂറുദ്ദീന്റെ ജീവൻ അപകടത്തിലാണ്. മുഖ്യമന്ത്രിയോട് സമയം പാഴാക്കാതെ ബസ്രയിലേക്ക് പോകാൻ ആജ്ഞാപിച്ചു. രാജാവ് തന്റെ ആജ്ഞ അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെയും മുഖ്യമന്ത്രിയെയും നൂറുദ്ദീനെയും തന്റെ മുന്നിൽ ഹാജരാക്കുക. നൂറുദ്ദീനെ വധിച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന്റെയും മുഖ്യമന്ത്രിയുടെയും ശിരസ് ഇവിടെ എത്തിക്കുക. ആജ്ഞയുടെ 1-ാം ഭാഗം നടപ്പാക്കപ്പെട്ടു. രാജാവിന്റെ മുന്നിൽ മൂവരെയും ഹാജരാക്കപ്പെട്ടു. കോപത്താൽ ജ്വലിച്ച രാജാവ് അർക്കോസിന്റെ ശിരസ് കൊയ്യാൻ ഉത്തരവിട്ടു. ദയാലുവായ നൂറുദ്ദീൻ അയാൾക്ക് വേണ്ടി യാചിച്ചെങ്കിലും അതിൽ നിന്ന് പിന്മാറാൻ രാജാവ് തയ്യാറായില്ല. ശിക്ഷ നടപ്പാക്കപ്പെട്ടു. ബസ്രയിലെത്തി രാജാധികാരമേൽക്കാൻ നൂറുദ്ദീനോട് ആജ്ഞാപിച്ചു. അപ്പോൾ താണു വണങ്ങി ഖാലിഫിനോട് നൂറുദ്ദീൻ, അങ്ങയെ സേവിച്ച് ഇവിടെ തന്നെ കഴിയാനാണ് താൽപ്പര്യം എന്ന് അപേക്ഷിച്ചു. രാജാവ് അത് അംഗീകരിച്ചു. നൂറുദ്ദീന് രാജസഭയിൽ ഉന്നത പദവി നൽകി. രാജാവിനെ താക്കീത് നൽകി ബസറയിലേക്ക് പറഞ്ഞയച്ചു. ആ യുവതിയെ നൂറുദ്ദീന് തന്നെ തിരികെ നൽകി. അവർക്ക് താമസിക്കാൻ ബാഗ്ദാദ് നഗരിയിൽ നല്ല ഭംഗിയുള്ള മാളികയും അദ്ദേഹം നൽകി. നൂറുദ്ദീനും ഭാര്യയും ഇണപിരിയാതെ മരണം വരെയും ബാഗ്ദാദിൽ താമസിച്ചു. മറ്റൊരു കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.